ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്ത്. ഓക്കെ, ട്രാക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ റൈസ് പ്രൈസസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ചൈനയിലാണ് മെയിനായിട്ട് ചൈന, ജപ്പാൻ എന്ന ഏരിയകളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. റൈസ് പ്രൈസ് ഓരോരോ ഏരിയകളിൽ എത്രയൊക്കെയാണ് റൈസ് പ്രൈസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി ക്യാൻഡിൽ സ്റ്റിക്കിന്റെ പാറ്റേണെ കുറിച്ച് നമുക്ക് പഠിക്കാം. നിങ്ങളൊന്ന് വരച്ച് എഴുതിയെടുക്കുക. ഞാനിവിടെ കർസർ വെച്ചിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗത്തിന് പറയുന്ന ഈ ലൈൻ പോലിരിക്കുന്ന ഭാഗത്തിന് പറയുന്നതാണ് വിക്ക് എന്ന് പറയുന്നത്, WICK. ഈ അപ്പറിലുള്ള പാർട്ടിലുള്ള വിക്കിന് പറയുന്ന അപ്പർ വിക്ക് അല്ലെങ്കിൽ ഷാഡോ, അപ്പർ ഷാഡോ. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ ബൈയിങ് പ്രഷർ കൊണ്ടാണ്. ഓക്കെ, ബയേഴ്സിന്റെ പ്രഷർ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിക്ക് വരാൻ കാരണം. ഈ കാണുന്ന ബോഡി പാർട്സ്, ഈ ചതുരത്തിലുള്ള പാർട്സിനാണ് പറയുന്നത് റിയൽ ബോഡി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പാർട്ടിൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അപ്പറിൽ വിക്ക് കൂടുതലാണെങ്കിൽ ബൈയിങ് പ്രഷർ, ലോവറിൽ വിക്ക് കൂടുതലാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ. പിന്നീട് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ബയേഴ്സ് ഉള്ള ക്യാൻഡിൽ എന്താ നമുക്ക് മനസ്സിലാക്കി നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നല്ല. ഓക്കെ, ഈ ഓപ്പൺ എന്നുള്ള പാർട്ടിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൗണിൽ നിന്നാണ്. ഓക്കെ, bullish candles have hollow bodies showing that the closing price is higher than the opening price. Okay, ഇത് ഓപ്പൺ ആവുന്നത് താഴ്ത്തുന്നതാണ്. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ആവുന്നത് താഴ്ത്തുന്നതാണ്, ഇത് ക്ലോസ് ആവുന്നത് മുകളിലാണ്. ഓക്കെ, അതിന്റെ ഹൈ പ്രൈസ് ഈ പാർട്ടിലായിരിക്കും, ലോ പ്രൈസ് താഴ്ത്തായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ആവുന്ന ഡൗണിൽ നിന്നാണ്. ഓക്കെ, ഇത് റിയൽ ബോഡി, ഇവിടെ ബയേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് ഹൈ പ്രൈസ്, ഏറ്റവും ഉയർന്ന പ്രൈസ് ഇവിടെയാണ്, ലോ പ്രൈസ് ഈ ഭാഗത്താണ്. ഇനി ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ബിയറിഷ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ആവുന്ന അപ്പർ പാർട്ടി നിന്നായിരിക്കും. നമുക്കറിയാം താഴത്തേക്ക് പോകുമ്പം എപ്പോഴും ഓപ്പൺ ആവുന്ന അപ്പർ പാർട്ടി നിന്നാണ്. ഓക്കെ, അപ്പർ പാർട്ടി നിന്നാണ് ഓപ്പൺ ആവുന്നത്, അത് ക്ലോസ് ആവുന്ന ലോവർ പാർട്ടിലാണ്. ഹൈ സെയിം തന്നെ ബുള്ളിഷ് ക്യാൻഡിലെ പോലെ ഇതും അപ്പർ പാർട്ടിൽ, ഇത് ലോവർ പാർട്ടിൽ. ഓക്കെ, സോളിഡ് ബോഡി ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിവിടെ മുഴുവൻ സെല്ലേഴ്സ് ആണ്. ഓക്കെ, അത് ഷോയിങ് ദാറ്റ് ദ ക്ലോസിംഗ് പ്രൈസ് ഇസ് ലോവർ ദാൻ എ ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, പിന്നീട് പഠിക്കാൻ പോകുന്ന ഡോജി പാറ്റേൺ ആണ്. ഓക്കെ, ഡോജി പാറ്റേൺ ആണ്. ഓക്കെ, ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്പൺ ആൻഡ് ക്ലോസ് ആർ വെരി ക്ലോസ് ടുഗദർ. ഓക്കെ, ക്രിയേറ്റിംഗ് എ വെരി സ്മോൾ ബോഡി. ഓക്കെ, ഒരു സ്മോൾ ബോഡി ക്രിയേറ്റ് ചെയ്യും, ഓപ്പൺ ആൻഡ് ക്ലോസ് വളരെ അടുത്തായിരിക്കും. അപ്പൊ എന്താണ് മാർക്കറ്റിൽ പറ്റുന്നത്? ഇൻഡിസിഷൻ ഉണ്ടാവും. ഓക്കെ, ബുൾസും ബിയേഴ്സും തമ്മിൽ എന്ന് പറഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഇൻഡിസിഷൻ ഉണ്ടാവും. അപ്പൊ മാർക്കറ്റിൽ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് മാറി നിൽക്കുക. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, ഇൻഡിസിഷൻ എടുക്കുകയാവുമ്പോൾ മാർക്ക് മാറി. പിന്നീട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തുമ്പിനെ പോലെ ഇരിക്കും. ഓക്കെ, അപ്പർ ഈ ഇതില് ഉണ്ട്, താഴത്തെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു വിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ ഓപ്പൺ ആൻഡ് ക്ലോസ് ആർ ദ സെയിം വിത്ത് ലോങ്. എന്തായിരിക്കും ഈ താഴത്തെ എന്താന്ന് പറഞ്ഞ ഈ വിക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷർ. ഓക്കെ, ഓപ്പൺ ആൻഡ് ക്ലോസ് ആർ ദ സെയിം വിത്ത് ലോങ് സെല്ലിംഗ് പ്രഷർ. അപ്പൊ എന്തായിരിക്കും അടുത്ത വരുന്ന ക്യാൻഡിൽസ് ഉണ്ടാവാൻ സാധ്യത? ബിയറിഷ് ഉണ്ടാവാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേവ് സ്റ്റോൺ ഡോജി അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്പൺസ് ആൻഡ് ക്ലോസ് ആർ ദ സെയിം വിത്ത് ലോങ് ബൈങ് പ്രഷർ. ഇത് കണ്ടോ? ഓക്കെ, ലോങ് ബൈങ് പ്രഷർ പറഞ്ഞാൽ അപ്പിലേക്ക് പോകും. ഓക്കെ, പിന്നീട് അടുത്ത് വരുന്ന സ്പിന്നിങ് ടോപ്പ് ഡോജി. ഓക്കെ, സ്മോൾ റിയൽ ബോഡീസ് വിത്ത് ഈക്വൽ ബൈങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ. ഇവിടെ എന്താണ് പറ്റുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈക്വൽ ബൈയിങ് സെല്ലിംഗ് പ്രഷർ വന്നാൽ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും. അപ്പം മാർക്കറ്റ് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും പോവാം. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതായിരിക്കും. ഇത് കണ്ടോ? ഇത് രണ്ടും സ്മോൾ റിയൽ ബോഡീസ് വിത്ത് ഈക്വൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ ആയിരിക്കും. ഇത് വേണമെങ്കിലും പറയാം. ഇത് കണ്ടോ? പക്ഷെ ഇവിടെ ബൈയിങ് പ്രഷർ കൂടുതലാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ഇവിടെ ബൈയിങ് പ്രഷർ കൂടുതലാണ്. ഇത് ചില ഭാഗത്ത് മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ഈ കാണുന്നതാണ്. ഇത് കണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചോ? ഈക്വൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രഷർ. കർസർ വെച്ചിരിക്കുന്നിടത്ത് കാണുന്നുണ്ടോ? ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, സെയിം തന്നെ ഇവിടെ ബയേഴ്സും ഉണ്ട്. മനസ്സിലായോ? പക്ഷേ ഈ ഭാഗത്ത് വന്നപ്പോ എന്ത് തോന്നുന്നു? ഇത് ബയേഴ്സ് കൂടുതൽ വന്നു. പക്ഷെ
അതുകൊണ്ടാണ് ബി ടി സിയിൽ വളരെയധികം ഫ്ലക്ച്വേഷൻ ആണ്. നമുക്ക് ബി ടി സിയുടെ കാര്യത്തിൽ ഓവറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കുക, ഇവിടെയും ബയേഴ്സ് ഇവിടെയും സെല്ലേഴ്സ് കണ്ടോ. പിന്നീട് നമ്മൾ കണ്ടത് ഗ്രേവ് സ്റ്റോൺ ഡോജി ആണ്. ഗ്രേവ് സ്റ്റോൺ ഡോജി ലോങ് സെല്ലിംഗ് പ്രഷർ. ഇതൊരു ഗ്രേവ് സ്റ്റോൺ ഡോജി ആണ് ഈ കാണുന്നത്. ഇതുണ്ടോ, കാണുന്നുണ്ടോ? അതുപോലെ ഇത് മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് ഫോർ ദി ഓപ്പോസിറ്റ്, ഓപ്പൺ ആൻഡ് ക്ലോസ് സെയിം വിത്ത് ലോങ് ബൈങ് പ്രഷർ വരും. ഗ്രേവ് സ്റ്റോൺ ഡോജി വന്നു കഴിഞ്ഞാൽ ബൈങ് പ്രഷർ ആണ് വരുന്നത്. ഇവിടെ കണ്ടോ, ഗ്രേവ് സ്റ്റോൺ ഡോജി വന്നു, ബയേഴ്സ് വന്നു. ഓക്കെ, ഗ്രേവ് സ്റ്റോൺ ഡോജി വന്നു, ബയേഴ്സ് വന്നു. ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ആർ ദ സെയിം വിത്ത് ലോങ് സെല്ലിംഗ് പ്രഷർ. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ, ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഓക്കെ, ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറഞ്ഞാൽ ഗ്രേവ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, മരിച്ചു കിടക്കുന്ന സ്ഥലം, അവിടുന്ന് ഈറ്റ് വന്നു എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത് കൂട്ടം. അടുത്ത് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഡോജി, നോർമൽ ഡോജി. നോർമൽ ഡോജി വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡോജി. നോർമൽ ഡോജി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റഡ് ആവും. ഇതൊക്കെ വേണമെങ്കിൽ പറയാം, ഓപ്പൺ ക്ലോസും ഇത് വേണമെങ്കിൽ പറയാം. അത് ചെറിയ ചെറിയ ഡോജികളൊക്കെയാണ്. ഇതൊരു ഡോജിയാണ്. ഓക്കെ, ഓപ്പൺ ആദ്യം ഓപ്പൺ ക്ലോസ്. ഈ ഇത് കണ്ടോ, ഇത് കേട്ടോ, ഓപ്പൺ ആൻഡ് ക്ലോസ് ആർ ദ സെയിം. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ഇൻഡിസിഷൻ ആണ്, പക്ഷെ എന്നാലും അത് റെഡിലേക്ക് പോയി. ഓക്കെ, പിന്നെ ഇവിടെ ഇൻഡിസിഷൻ വന്നു, പിന്നെ ബയേഴ്സ് വന്നു, പക്ഷെ എന്നാലും അവർ ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ അത് സെല്ലേഴ്സിലേക്ക് വന്നു. പത്താണ്. ഇന്ന് 3 പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നോക്കി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, 1, 2, 3, 4, ബാക്കി ഇതൊക്കെ നാളെ പഠിപ്പിക്കാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഓക്കെ, 4 പഠിപ്പിച്ചത് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ഓരോന്നും 4 വെച്ച് ഓരോ ദിവസം പഠിപ്പിക്കുക. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ക്യാൻഡിൽ സ്റ്റിക്ക് മെയിൻ ആയിട്ട് ഇടേണ്ടത് നമ്മൾ സാധാരണ സിമ്പിൾ ഡേ ട്രേഡ് ചെയ്യുമ്പോൾ 1 hour 4 hour ഗ്രാഫാണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ട്രേഡ് എടുക്കുകയാണെങ്കിൽ 15 മിനിറ്റിന്റെ ചാർട്ട് എടുക്കാം. അല്ലെങ്കിൽ 1 day ട്രേഡ് എടുക്കുകയാണെങ്കിൽ 1 hour 4 hour ചാർട്ട് എടുത്ത് അനലൈസ് ചെയ്യും.